വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പ്രധാനമായിട്ടും സബ്സീക്വൻസുകളും അതുമായി ബന്ധപ്പെട്ട് സീക്വൻസിൻ്റെ കൺവേർജൻസും എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട റിസൾട്ട്, ഒരു സീക്വൻസ് കൺവേർജ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യും. തിരിച്ച് സബ്സീക്വൻസുകൾ കൺവേർജ് ചെയ്യുന്ന കേസിൽ സീക്വൻസ് കൺവേർജ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രധാനപ്പെട്ട റിസൾട്ട്. നമ്മൾ കൺവേർജൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത വേറൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ് മൊണോട്ടോൺ കൺവേർജൻസ് തിയറം. മൊണോട്ടോൺ ക്ലാസ് ഓഫ് സീക്വൻസിൻ്റെ കേസിൽ ബൗണ്ടഡ്നെസ് മതി ഒരു സീക്വൻസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസിക് റിസൾട്ടാണ് ബോൾസാനോസ്-വിയർസ്ട്രാസ് തിയറം എന്ന് പറയുന്നത്. നമ്മളുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എല്ലാ ബൗണ്ടഡ് സീക്വൻസുകളും കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കൺവേർജൻ്റ് ആണെങ്കിൽ സീക്വൻസ് ബൗണ്ടഡ് ആണ്. അപ്പോൾ ബൗണ്ടഡ് സീക്വൻസുകൾ കൺവേർജൻ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ബൗണ്ടഡ് സീക്വൻസുകളുടെ കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്തൊരു പാറ്റേൺ, ബൗണ്ടഡ് സീക്വൻസുകളുടെ എല്ലാത്തിൻ്റെയും ഏതെങ്കിലും ഒരു സബ്സീക്വൻസ് എങ്കിലും കൺവേർജ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത പാറ്റേൺ. സോ ഈ പാറ്റേൺ നാച്ചുറലി ഇൻ ജനറൽ ട്രൂ ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും ആ ബൗണ്ടഡ് സീക്വൻസിൻ്റെ ഒരു സബ്സീക്വൻസ് എങ്കിലും കൺവേർജ് ചെയ്യും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് നാച്ചുറലി നമ്മുടെ ചോദ്യം. അൺബൗണ്ടഡ് സീക്വൻസിന് ഇത് ട്രൂ അല്ല. കാരണം ഇപ്പം xn ഈസ് ഈക്വൽ ടു സീക്വൻസ് 1, 2, 3, 4, 5 എക്സെട്ര. ഈ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസ് അൺബൗണ്ടഡ് ആണ്. ഇതിൻ്റെ ഏത് സബ്സീക്വൻസ് എടുത്താലും വിച്ച് ഈസ് ഓൾസോ അൺബൗണ്ടഡ്, വിച്ച് മീൻസ് ദാറ്റ് ഇതിൻ്റെ ഒരു സബ്സീക്വൻസും കൺവേർജ് ചെയ്യത്തില്ല. സോ അൺബൗണ്ടഡ് സീക്വൻസ് എടുത്താൽ there are unbounded sequence in which every one of its subsequence is not convergent. But bounded സീക്വൻസിൻ്റെ കേസിൽ കൺവേർജൻസ് മാൻഡേറ്ററി അല്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു സബ്സീക്വൻസ് എങ്കിലും കൺവേർജ് ചെയ്യും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റി, ഒരു ബൗണ്ടഡ് സീക്വൻസ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ സബ്സീക്വൻസും കൺവേർജ് ചെയ്യാത്ത രീതിയിൽ ഒരു ബൗണ്ടഡ് സീക്വൻസ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യുമോ? ഓക്കെ, സോ നാച്ചുറൽ ക്വസ്റ്റ്യൻ ഈസ്, ഡസ് there exist a bounded sequence in which each one of its subsequence is divergent? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. This is true in the case of unbounded sequence. So ഇതുമായി ബന്ധപ്പെട്ട ഈ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ടുകളാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. So the first result which we are going to study is called monotone subsequence theorem. Monotone subsequence theorem. Okay. Monotone subsequence theorem states that if x is equal to xn is a sequence of real numbers, then there exists a subsequence of x that is monotone. So ഈ റിസൾട്ട് പ്രധാനമായിട്ടും സ്റ്റേറ്റ് ചെയ്യുന്ന ഫാക്റ്റ്, ഏതൊരു സീക്വൻസ്, റിയൽ സീക്വൻസ് എടുത്താലും ആ സീക്വൻസ് ഇൻ ജനറൽ മൊണോട്ടോൺ ആയില്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു സബ്സീക്വൻസ് എങ്കിലും ആക്ച്വലി മൊണോട്ടോൺ ആകും.
അപ്പം ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് എങ്കിലും ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ സീക്വൻസുകളും ഇൻ ജനറൽ മൊണോട്ടോൺ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഏത് സീക്വൻസ് എടുത്താലും അതിൻ്റെ ഒരു സബ്സീക്വൻസ് എങ്കിലും മൊണോട്ടോൺ ആയിരിക്കും എന്നതാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഈ തിയറം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ ഐഡിയ കുറിച്ചുള്ളൊരു ഫെമിലിയാരിറ്റി വേണം. ദാറ്റ് ഐഡിയ ഈസ് കോൾഡ് പീക്ക്. സോ പീക്ക് ഓഫ് എ സീക്വൻസ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് നമുക്കൊരു മുൻധാരണ വേണം. ഓക്കെ, സോ a term xm of a sequence xn is called peak if xm greater than or equal to xn for all n greater than or equal to m. സോ ഒരു സീക്വൻസിൻ്റെ ഒരു എലമെൻറ്റ് ആ സീക്വൻസിൻ്റെ പീക്കാകണം അല്ലെങ്കിൽ mth സ്റ്റേജിലുള്ള പീക്കാകണം എന്ന് പറയണമെങ്കിൽ ആ സീക്വൻസിൻ്റെ ആ സ്റ്റേജിന് ശേഷമുള്ള എല്ലാ ടേമിനെക്കാട്ടിലും വലുതായിരിക്കണം xm എന്ന് പറയുന്ന ആ ടേം. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ xn is equal to -1 raised to n എന്ന് പറയുന്നൊരു സീക്വൻസ് എടുക്കും. സോ ദിസ് സീക്വൻസ് ഈസ് -1 1 -1 1 -1 1 എക്സെട്ര ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ്. ഇതിൻ്റെ ഫസ്റ്റ് ടേം പീക്ക് അല്ല, കാരണം ഫസ്റ്റ് ടേം -1 ആണ്. -1 അതിന് ശേഷം വരുന്ന എല്ലാ ടേമിനെക്കാട്ടിലും വലുതോ ഈക്വലോ അല്ല. സോ -1 ഈസ് നോട്ട് എ പീക്ക്. പക്ഷേ 1 പീക്കാണ്, കാരണം 1ന് ശേഷം വരുന്ന സീക്വൻസിൻ്റെ ടേംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ -1 ആണ് അല്ലെങ്കിൽ 1 ആണ്. സോ അത് 1നെക്കാട്ടിലും ഒന്നുകിൽ ചെറുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ്. ഓക്കെ, അതിനുശേഷം വരുന്ന ടേംസിനെക്കാട്ടിലും വലുതോ ഈക്വലോ ആകുന്ന ടേംസിനെയാണ് പീക്ക് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി എ പീക്ക്. ഇവിടെയും അതുപോലെ -1 പീക്ക് അല്ല, ഇവിടെയും സിമിലർലി ഇത് പീക്കാണ്, ഇതുപോലെ 6th ടേം പീക്കാണ്. സോ ഈ സീക്വൻസ് എടുത്താൽ ഈ സീക്വൻസ് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ട്. x2 പീക്കാണ്, x4 പീക്കാണ്, x6 പീക്കാണ് എക്സെട്ര. ഇതെല്ലാം ഈ സീക്വൻസിൻ്റെ പീക്കുകളാണ്. എന്നാൽ വേറൊരു സീക്വൻസ് എടുക്കാം. xn is equal to 1 2 3 4 5 എക്സെട്ര. ഈ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ 1 ഇതിൻ്റെ പീക്കല്ല, കാരണം 1ന് ശേഷം വരുന്ന സീക്വൻസിൻ്റെ ടേംസ് എല്ലാം 1നെക്കാട്ടിലും വലുതാണ്, ചെറുതല്ല. ഓക്കെ, സോ 1 പീക്കല്ല, 2ഉം പീക്കല്ല, 2ന് ശേഷം വരുന്ന സീക്വൻസിൻ്റെ എല്ലാ ടേംസും 2നെക്കാട്ടിലും വലുതാണ്, ചെറുതല്ല. സോ 3ഉം പീക്കല്ല, 4ഉം പീക്കല്ല, 5ഉം പീക്കല്ല എക്സെട്ര. സോ ഒരു എലമെൻറ്റും ഇതിൻ്റെ അകത്ത് പീക്കല്ല. സോ നോ എലമെൻറ്റ് ഈസ് എ പീക്ക്, അല്ലെങ്കിൽ നോ ടേം is a peak. നോ എലമെൻ്റ് എന്നതിനെക്കാട്ടിലും ബെറ്റർ ടേം ആണ്, സീക്വൻസിൻ്റെ ടേംസ് ആണ് പീക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൽ നിന്ന് ഈ 2 എക്സാമ്പിളിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും, ചില സീക്വൻസിന് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ട്. ഈ സീക്വൻസിൻ്റെ കേസിലാണ് x2 x4 x6 എക്സെട്ര ഈവൻ ടേംസ് എല്ലാം പീക്സ് ആണ്. ഓക്കെ, ഈ സീക്വൻസിന് ഒരു ടേമും എന്തല്ല, പീക്കല്ല. ഓക്കെ, ഇനി വേറെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. xn is equal to 1/n, അതായത് 1 1/2 1/3 1/4 1/5 എക്സെട്ര. 1 ഇതിൻ്റെ പീക്കാണ്, കാരണം 1ന് ശേഷം വരുന്ന എല്ലാ ടേമും 1നെക്കാട്ടിലും ചെറുതാണ്. സോ 1 is a peak. സിമിലർലി 1/2 ഈസ് ഓൾസോ എ പീക്ക്, കാരണം 1/2ന് ശേഷം വരുന്ന എല്ലാ ടേംസും 1/2നെക്കാട്ടിലും ചെറുതാണ്. 1/3 ഈസ് ഓൾസോ എ പീക്ക്. 1/4 ഈസ് ഓൾസോ എ പീക്ക്. 1/5 ഈസ് ഓൾസോ എ പീക്ക്. ക്ലിയർലി ഈ സീക്വൻസിൻ്റെ എല്ലാ എലമെൻസും പീക്കാണ്. സോ എവരി എലമെൻറ്റ് ഈസ് എ പീക്ക്. ഓക്കെ, സോ പീക്സ് ഒരു സീക്വൻസിന്
ചിലപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് പീക്സ് ഉണ്ടാകാം. ഫൈനൈറ്റ് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് 0യും ആകാം. ചിലപ്പോൾ ഒരു പീക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി പീക്സ് കാണാം. ഓക്കെ, സോ ഒരു സീക്വൻസിൻ്റെ ഒരു ടേം പീക്ക് ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ആ സീക്വൻസിൻ്റെ ആ ടേമിന് ശേഷമുള്ള എല്ലാ ടേംസും ഈ ടേമിനെക്കാട്ടിലും, നമ്മൾ കൺസിഡർ ചെയ്ത ടേമിനെക്കാട്ടിലും ചെറുതാണ്. അതിന് മുമ്പത്തെ ടേംസ് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അതിനുശേഷം വരുന്ന ടേംസ് എല്ലാം നമ്മൾ എടുത്ത ടേമിനെക്കാട്ടിലും ചെറുതാണെങ്കിൽ ദാറ്റ് ടേം ഈസ് കൺസിഡർഡ് ടു ബി എ പീക്ക് ഓഫ് എ സീക്വൻസ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്, ഇഫ് യു കൺസിഡർ എനി ഗിവൺ സീക്വൻസ്, ദർ എക്സിസ്റ്റ് ടു കേസസ്. ദർ ആർ സീക്വൻസ് ഇൻ വിച്ച് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി പീക്സ്. ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉള്ള സീക്വൻസുകൾ കാണാം. രണ്ടാമത്തെ കേസിൽ ഫൈനൈറ്റ്ലി മെനി പീക്സുകളുള്ള സീക്വൻസുകൾ കാണാം. ഇങ്ങനെ രണ്ട് കേസുകളാണ് നമുക്കുള്ളത്. സോ നമ്മൾ ഒബ്സർവ് ചെയ്ത ഫാക്റ്റ് എന്ന് പറയുന്നത്, ഏത് സീക്വൻസ് എടുത്താലും ഒന്നുകിൽ ആ സീക്വൻസിന് ഫൈനൈറ്റ്ലി മെനി പീക്സ് കാണും, അല്ലെങ്കിൽ ആ സീക്വൻസിന് ഇൻഫിനിറ്റ്ലി മെനി പീക്സ് കാണും. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഒബ്സർവേഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മളൊരു സീക്വൻസ് എക്സ് എന്ന് പറഞ്ഞ ഈ സീക്വൻസ് എടുത്തപ്പോൾ വിച്ച് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിങ്. ഓക്കെ, ഒരു സീക്വൻസ് മൊണോട്ടോണിക് ഡിക്രീസിങ് ആയപ്പോൾ ആ സീക്വൻസിൻ്റെ എല്ലാ ടേംസും പീക്കുകളാണ് ഇൻഫാക്റ്റ്. കാരണം x1 ബാക്കിയുള്ളതിനെക്കാട്ടിലും വലുതാണ്, ബാക്കി എല്ലാ ടേംസിനെക്കാട്ടിലും വലുതാണ് മൊണോട്ടോണിക് ഡിക്രീസിങ് ആയതുകൊണ്ട്. സോ x1 പീക്കാണ്. x2 അതിനുശേഷം വരുന്ന എല്ലാ ടേമിനെക്കാട്ടിലും വലുതാണ്. സോ x2 പീക്കാണ്. സോ ഒരു മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് എടുത്താൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി പീക്സ്. ഇനി ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് എടുത്താൽ ഇവിടെ 1 2 3 4 എക്സെട്ര ഒരു എലമെൻറ്റും പീക്ക് ആകില്ല. കാരണം ഫസ്റ്റ് ടേമിനെക്കാട്ടിലും വലുതാണ് സെക്കൻഡ് ടേം. സോ ഫസ്റ്റ് ടേം പീക്ക് അല്ല. സെക്കൻഡ് ടേമിനെക്കാട്ടിലും വലുതാണ് തേർഡ് ടേം. സോ സെക്കൻഡ് ടേം പീക്ക് അല്ല. തേർഡ് ടേമിനെക്കാട്ടിലും വലുതാണ് ഫോർത്ത് ടേം. സോ തേർഡ് ടേം പീക്ക് അല്ല. ഓക്കെ, സോ ഇങ്ങനെ ഒരു ടേമും ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസിൻ്റെ കേസിൽ ഒരു ടേമും പീക്ക് അല്ല. ഒരു മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസിൻ്റെ കേസിൽ എല്ലാ ടേംസും പീക്കുകളാണ്. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഒബ്സർവേഷൻ ഈസ്, ഫോർ എ monotonic increasing sequence, no peak. Okay, so second is monotonic decreasing sequence, every term is a peak. Okay, so ഈ ഡെഫിനിഷൻ നമുക്ക് അത്യാവശ്യമാണ് ഈ പ്രൂഫ് ചെയ്യാൻ വേണ്ടി. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് ഏതൊരു സീക്വൻസ് എടുത്താലും ഇറ്റ് ഹാസ് എ മൊണോട്ടോൺ സബ്സീക്വൻസ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഏത് സീക്വൻസ് എടുത്താലും ആ സീക്വൻസിന് ഒന്നുകിൽ ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയ സബ്സീക്വൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊണോട്ടോണിക് ഡിക്രീസിങ് ആയിട്ടുള്ള സബ്സീക്വൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് അസംഷൻ നമ്മൾ പറഞ്ഞു, ഫോർ എവരി സീക്വൻസ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു xn ക്യാൻ ബി divided into two cases. With respect to number of peaks. ഞാൻ പറഞ്ഞു, ഏത് സീക്വൻസ് എടുത്താലും ഒന്നുകിൽ ആ സീക്വൻസിന് ഒന്നുകിൽ ഇൻഫിനിറ്റ്ലി മെനി പീക്സ് കാണും, അല്ലെങ്കിൽ ഫൈനൈറ്റ്ലി മെനി പീക്സേ കാണത്തുള്ളൂ. സോ നമ്പർ ഓഫ് പീക്സിൻ്റെ ടേംസിൽ നമുക്കൊരു സീക്വൻസിനെ ആക്ച്വലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ക്ലാസ് എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഫൈനൈറ്റ്ലി മെനി പീക്സ്. ഓക്കെ, ഒന്നുകിൽ ഒരു സീക്വൻസിന് ഫൈനൈറ്റ്ലി മെനി പീക്സ് ഉണ്ട്. രണ്ടാമത്തെ കേസ് ഇൻഫിനിറ്റ്ലി മെനി പീക്സ്. നമുക്കപ്പം ചെയ്യേണ്ടത്, ഏതൊരു സീക്വൻസിനെയും ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ രണ്ട് കേസിലും നമുക്ക് എന്തുണ്ട്, ഒരു മൊണോട്ടോൺ സബ്സീക്വൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് അവർ റിസൾട്ട്. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എവരി സീക്വൻസ് ഹാസ് എ മൊണോട്ടോൺ സബ്സീക്വൻസ്. നൗ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എവരി സീക്വൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 classes. എ സീക്വൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 classes. Either a sequence has finitely many peaks or the sequence has infinitely many peaks. So every sequence can be classified into 2 cases: the sequence with the finitely many peaks and the sequence with infinitely many peaks. So we will prove this theorem on both cases. നമ്മൾ ഏതൊരു സീക്വൻസിനും
നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൈനൈറ്റ് പീക്കുകളുള്ള സീക്വൻസുകൾ, ഇൻഫിനിറ്റ്ലി പീക്കുകളുള്ള മിനി പീക്കുകളുള്ള സീക്വൻസുകൾ. ഈ രണ്ട് കേസിലും നമുക്ക് സബ് സീക്വൻസ് മൊണോട്ടോൺ സബ് സീക്വൻസ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായി. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓരോ കേസും സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ കേസ് 1. സോ ഫസ്റ്റ് കേസ് 1, ഫൈനൈറ്റ്ലി മെനി പീക്സ്. ഓക്കെ, സോ ഫൈനലി മെനി പീക്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ ഫൈനലി മെനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 0 പീക്കുകളും കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് 0 പീക്സ്. ഓക്കെ, സോ നമുക്ക് ഫൈനലി മെനി പീക്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. ആ പീക്കുകളാണ് ശരിക്കും XM1, XM2 എക്സെട്ര XMR. 6 പീക്സുകളാണ് ഉള്ളത്. ഓക്കെ, വേർ M1 is less than, M2 is less than, M3 is less than MR. ഇൻക്രീസിങ് ഓർഡറിലാണ് സീക്വൻസ് ടേംസ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഫൈനലി മെനി പീക്സ് കൊണ്ട് ടോട്ടൽ 6 പീക്സ്. ഓക്കെ, നമ്മളൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു S1. ഓക്കെ, അല്ലെങ്കിൽ S1 എന്നൊരു എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. S1 ഈസ് ആക്ച്വലി MR+1. നമ്മളിവിടെ ചൂസ് ചെയ്ത ലാസ്റ്റ് പീക്ക് +1 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ XS1 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ടേം കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ സീക്വൻസിൻ്റെ പീക്കുകൾ XM1, XM2 എക്സെട്ര XMR ആണ്. ഇത്രയും പീക്കുകളേ ഉള്ളൂ. സോ ഈ ടേമിന് ശേഷം വരുന്ന ഒരു എലമെൻറ്റും പീക്കല്ല. ഓക്കെ, XS1 എന്ന് പറയുന്നത് XMRന് ശേഷം വരുന്ന ഒരു എലമെൻ്റ് ആണ്. സോ XS1 ഈസ് നോട്ട് എ പീക്ക്. ഇനി ഒരു എലമെൻറ്റ് പീക്ക് ആകണമെന്നുണ്ടെങ്കിൽ ആ എലമെൻറ്റിന് ശേഷം വരുന്ന ഒരു എലമെൻറ്റും അതിനെക്കാട്ടിലും വലുതാകാൻ സാധ്യമല്ല. സോ ഈ XS1 പീക്ക് അല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം there exists an element or rather term XS2 which is actually greater than XS1. ഓക്കെ, ഇതിന് ശേഷം വരുന്ന എല്ലാ ടേമും XS1നേക്കാട്ടിലും ചെറുതാണെങ്കിൽ XS1 പീക്കാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി എല്ലാ പീക്കുകളും എടുത്തു കഴിഞ്ഞു. പീക്കിന് ശേഷമുള്ള ഒരു ടേമാണ് XS1 എന്ന് പറയുന്നത്. സോ XS1നേക്കാട്ടിലും വലുതായിട്ട് ഒരു ടേമെങ്കിലും ഉണ്ടായിരിക്കണം. ആ ടേമാണ് S2. S2 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ S1. ഓക്കെ, ഇനി സിമിലർലി ഇതേ ആർഗ്യുമെന്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ XS2 ഈസ് നോട്ട് എ പീക്ക്. സോ അതിനുശേഷം എന്താണ്? സോ ബൈ ഡെഫിനിഷൻ, സോ there exists a term XS3 such that XS3 is actually greater than XS2, where S3 is greater than S2. അതായത് XS2 എന്തല്ല, പീക്ക് അല്ലാത്തത് കൊണ്ട് XS2നേക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു ടേമെങ്കിലും ഉണ്ടായിരിക്കണം. ആ ടേം ആണ് XS3 എന്ന് പറയുന്നത് XS2ന് ശേഷം. സോ നമ്മൾ XS1 എന്നൊരു ടേം എടുത്തു, അതിനേക്കാട്ടിലും വലുതായ XS2 ഉണ്ട്, ഇപ്പോൾ അതിനേക്കാട്ടിലും വലുതായ XS3 ഉണ്ട്. സിമിലർലി ഇതേ ആർഗ്യുമെൻറ്റ് വീണ്ടും XS3ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ XS3 ഈസ് നോട്ട് എ പീക്ക്. ഓക്കെ, സോ പീക്ക് അല്ലെന്ന് വെച്ചാൽ, സോ there exists a term XS4 such that XS4 is actually greater than XS3 and S4 is greater than S3. ഓക്കെ, സോ XS3യും പീക്ക് അല്ലാത്തത് കൊണ്ട് XS3യെക്കാട്ടിലും വലുതായിട്ടുള്ള വേറൊരു ടേം എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ആ ടേമാണ് XS4 എന്ന് പറയുന്നത്. അത് XS3യെക്കാട്ടിലും വലുതായിരിക്കണം. സോ ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പ്രോസസ്സ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ SR എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമുക്ക് കിട്ടും, which is actually a subsequence of xn. കാരണം xn എന്ന് പറയുന്ന സീക്വൻസ് ടേംസ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. such that XS1 is actually less than XS2 which is less than XS3 which is less than
xs4 which is less than etc. So this sequence is actually a monotonic increasing sequence. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കേസ്, അതായത് ഫൈനലി മെനി പീക്സിൻ്റെ കേസ് എടുത്തപ്പോൾ നമുക്കൊരു സബ്സീക്വൻസ് കിട്ടി. ആ സബ്സീക്വൻസ് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഇൻക്രീസിങ് സബ്സീക്വൻസ്. അപ്പം നമുക്ക് ഫൈനലി മെനി പീക്സിൻ്റെ കേസിൽ നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഏതൊരു സീക്വൻസ് എടുത്താലും അതിന് മൊണോട്ടോണിക് ആയിട്ടുള്ളൊരു സബ്സീക്വൻസ് ഉണ്ടെന്നായിരുന്നു പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളപ്പം ഫൈനലി മെനി പീക്സ് എന്നുള്ള ഫസ്റ്റ് കേസ് എടുത്തപ്പോൾ അവിടെ എനിക്ക് എന്ത് കിട്ടി? മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു സബ്സീക്വൻസ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഫസ്റ്റ് കേസ് ഈസ് ഓവർ. ആ ഫസ്റ്റ് കേസ് ട്രൂ ആണ്. ഇനി രണ്ടാമത്തെ കേസ്, സെക്കൻഡ് കേസ്. സോ കേസ് 2, ഇൻഫിനിറ്റ്ലി മെനി പീക്സ്. മെനി പീക്സ്. സോ എക്സ് എന്ന് പറഞ്ഞ സീക്വൻസിൻ്റെ പീക്കുകളാണ്. ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ പീക്കുകളാണ്. അതിൻ്റെ സബ്സ്ക്രിപ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുന്നു. എക്സ് M1 ആണ് ഫസ്റ്റ് പീക്ക്, എക്സ് M2, എക്സ് M3, എക്സ് M4, എക്സ് M5 എക്സെട്ര. ഇതാണ് നമ്മുടെ പീക്കുകൾ. ഈ പീക്കുകൾ സബ്സ്ക്രിപ്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എഴുതുന്നത്. അതായത് ഫസ്റ്റ് പീക്കാണ് XM1, സെക്കൻഡ് പീക്കാണ് XM2. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും XM1 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു XM2. കാരണം XM1 ഫസ്റ്റ് പീക്കാണ്. അതിൻ്റെ അർത്ഥം അതിനുശേഷം വരുന്ന എല്ലാ ടേംസിനെക്കാട്ടിലും വലുതാണ് XM1. അതിനുശേഷം വരുന്നൊരു ടേമാണ് XM2. സോ XM2നെക്കാട്ടിലും വലുതായിരിക്കണം XM1. സോ XM1 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ XM2. സിമിലർലി XM2 സെക്കൻഡ് പീക്കാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന സീക്വൻസിൻ്റെ എല്ലാ ടേമിനെക്കാട്ടിലും വലുതായിരിക്കണം XM2. സോ XM2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു XM3. ഓക്കെ, അതുപോലെ തന്നെ XM3 എന്ന് വെച്ചാൽ തേർഡ് പീക്കാണ്. അതിനുശേഷം വരുന്ന എല്ലാ എലമെൻറ്റിനെക്കാട്ടിലും വലുതായിരിക്കണം, എല്ലാ ടേമിനെക്കാട്ടിലും വലുതായിരിക്കണം XM3. അതിനുശേഷം വരുന്ന ഒരു ടേമാണ് XM4. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ XM4, ഗ്രേറ്റർ ദാൻ XM5. ഇതേ ആർഗ്യുമെൻറ്റ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ നമുക്കിപ്പോൾ XNൻ്റെ ഒരു സബ്സീക്വൻസ് കിട്ടി. XMR എന്ന് പറഞ്ഞ ഒരു സബ്സീക്വൻസ് കിട്ടി. സബ്സീക്വൻസ് ഓഫ് XN സച്ച് ദാറ്റ് ഈ സബ്സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്? ടേംസ് നമുക്ക് ഡിക്രീസ് ചെയ്താണ് പോകുന്നത്. സോ ദിസ് സബ്സീക്വൻസ് ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഡിക്രീസിങ്. ഓക്കെ, സോ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി പീക്സിൻ്റെ കേസിൽ വി ഹാവ് എ മൊണോട്ടോണിക് ഡിക്രീസിങ് സബ്സീക്വൻസ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ രണ്ട് കേസുമായി. ഫസ്റ്റ് കേസ് ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിൽ ചിലപ്പോൾ ഫൈനലി മെനി പീക്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് സബ്സീക്വൻസ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു മൊണോട്ടോണിക് ഡിക്രീസിങ് ആയിട്ടുള്ള സബ്സീക്വൻസ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. സോ ഏതൊരു സീക്വൻസ് എടുത്താലും നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നുകിൽ മൊണോട്ടോണിക് ഇൻക്രീസിങ് അല്ലെങ്കിൽ മൊണോട്ടോണിക് ഡിക്രീസിങ് ആയിട്ടുള്ളൊരു സബ്സീക്വൻസ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ ഫോർ എവരി സീക്വൻസ് XN has a monotonic subsequence. കാരണം ഏത് സീക്വൻസെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫൈനലി മെനി പീക്സ് ഉള്ളത് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി പീക്സ് ഉള്ളത്. ഫൈനലി മെനി പീക്സ് ഉള്ളതിൻ്റെ കേസിൽ പറഞ്ഞു അതിൻ്റെ കേസിൽ ഒരു മൊണോട്ടോണിക് ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ട്. ഇൻഫിനിറ്റ്ലി മെനി പീക്സിൻ്റെ കേസിലും പറഞ്ഞൊരു മൊണോട്ടോണിക് ഡിക്രീസിങ് സീക്വൻസ് ഉണ്ട്. സോ ഇൻ ജനറൽ ടു സം അപ്പ് ദ ഹോൾ തിങ് എവരി സീക്വൻസ് ഹാസ് എ മൊണോട്ടോണിക് സബ് സീക്വൻസ്. അപ്പോൾ ഏതൊരു സീക്വൻസ് എടുത്താലും അതിൻ്റെ അകത്ത് ഒരു മൊണോട്ടോണിക് ആയിട്ടുള്ളൊരു സബ് സീക്വൻസ് ഉണ്ട് എന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.